സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ വീണ്ടും എവരെയും ക്ഷണിച്ചു കൊള്ളുകയാണ്. അമേരിക്കയിൽ നടന്ന ഒരു കൊലപാതക ശ്രമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെക്കുകയും അരിഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നാരോ എസ്കേപ്പ്, ഭാഗ്യവാനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ചെവിയുടെ ഒരു അറ്റത്ത് കൂടി അത് തട്ടി വേറൊരാളുടെ നെഞ്ചിൽ തറച്ച് അയാൾ മരിച്ചു. പക്ഷേ ആ നിമിഷം ഇമ്മീഡിയറ്റ്ലി ട്രംപിൻ്റെ ഇമ്പൾസീവ് റിയാക്ഷൻസ് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഡക്ക് ചെയ്യുന്നു. അയാൾക്ക് മനസ്സിലായി. എന്നിട്ട് എണീറ്റ് മുഷ്ടി ചുരുട്ടി ഇത് എന്താ പറയുക, വലിയ നേരിടുമെന്നുള്ള മട്ടിൽ അതാണ് അമേരിക്കയ്ക്ക് ആവശ്യം. അങ്ങനെയുള്ളൊരു മാച്ചോ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ എന്താ പറയുക നേട്ടമാകുമെന്നുള്ളത് തീർച്ചയാണ്. അല്ലെങ്കിൽ തന്നെ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ വിന്നിങ് പോസിബിലിറ്റി വളരെ കൂടുതലാണെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള അറിവ്. ഒരു കാര്യം പറയാനുള്ളത്, അമേരിക്കയുടെ ശാപമാണ് ഈ ഗൺ ലോബി. വേറെയുണ്ട് ചില ലോബികൾ, ഇൻഷുറൻസ് ലോബി, പിന്നെ ആംസ് ലോബി, ഈ വക്കീലന്മാരുടെ ലോബി. ഒരു വക്കീലിനെ അവിടെ സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ നോക്കുന്ന രീതിയിലല്ല അവിടുത്തെ സിസ്റ്റം. ഇത് ഒന്നിനും തന്നെ ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് ഈ എത്രയോ കാലമായിട്ട് ഇങ്ങനെ ഇത് കേൾക്കുന്നതല്ലാതെ ഒരു അഡ്മിനിസ്ട്രേഷനും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ തോക്ക് ലോബിക്കെതിരായിട്ട്, ഗൺ ലോബിക്കെതിരായിട്ട് എന്തെങ്കിലും ഈ അനുഭവത്തിൽ നിന്നും തന്നെ ഒരു കർശന നടപടി എടുക്കുമോ എന്നുള്ളത് സംശയമാണ്. വേറൊരു കാര്യം, ഈ അവരുടെ നീതിന്യായ നടത്തിപ്പിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, കൊല്ലാൻ ശ്രമിച്ച പയ്യൻസിനെ അവിടെ വച്ച് തന്നെ മിനിറ്റിനകം വെടിവെച്ച് കൊല്ലുക. അപ്പം ആകെ ഉള്ള ഒരു ഇതിൻ്റെ പിന്നിൽ കോൺസ്പിറസി ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള തെളിവ് നശിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് കെന്നഡിയുടെ മരണത്തിലും നടന്നത്. ഇത് അമേരിക്കൻ ചരിത്രത്തിൽ ഈ ഇങ്ങനത്തെ കൊലപാതക അറ്റംപ്റ്റ് ഒരു നൂതന കാര്യമൊന്നുമല്ല. 1862 ആണ് പ്രസിഡന്റ് ലിങ്കനെ വധിച്ചതിന് ശേഷം എല്ലാ 20 കൊല്ലം കൂടുമ്പോഴും ഓരോ പ്രസിഡന്റ് വധിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം ജോൺ എഫ് കെന്നഡി, അതിനുശേഷം ഒരു അറ്റംപ്റ്റ് പ്രസിഡന്റ് റൊണാൾഡ് റീഗനെതിരായിട്ടുണ്ടായി. ആശയം അനുഷ്ഠിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു. അത് ഞാൻ ഓർക്കുകയാണ്. ആ സംഭവം നടക്കുമ്പോൾ ആ ഫെസിലിറ്റിയിൽ ഞാനും ഉണ്ട്. വാഷിങ്ടൺ DC ഹിൽട്ടൺ ഹോട്ടൽ, അതിനടുത്തൊരു സ്ഥാപനത്തിലായിരുന്നു ഞാനിന്ന് ജോലി ചെയ്തിരുന്നത്. എനിവേ, ഈ ഒരു അവസ്ഥാവിശേഷം അതിദയനീയമാണ്. അതിന് ഒരു പെട്ടെന്നുള്ള ശാശ്വത പരിഹാരമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് അവിടുത്തെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ലോബികളുടെ ഇൻഫ്ലുവൻസ്. ഇതിനകത്തൊരു രജതരേഖ പോലെ ഞാൻ കാണുന്നത്, അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡേവിഡ് വിൻസിനെ നിയോഗിച്ചിരിക്കുകയാണ്. അതിലുള്ള ഏറ്റവും വലിയൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ ചിലിഗുരി ഒരു ഇന്ത്യൻ വംശജയാണ്. ജനിച്ചത് കാലിഫോർണിയയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരിയുടെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുകയും അതിമിടുക്കിയായിട്ട്, ഇത് ലോ പ്രൊഫഷനാണെന്ന് തോന്നുന്നു, അവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് കോളേജുകളിലെല്ലാം പഠിച്ച് അവസാനം സെനറ്ററായ അദ്ദേഹത്തെ വിവാഹം കഴിക്കുക. വിവാഹം തന്നെ ഒരു ഹിന്ദു രീതിയിലായിരുന്നു. അപ്പോൾ ട്രംപ് പ്രസിഡൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ. കാരണം ഒരു ഇന്ത്യൻ വംശജ വൈറ്റ് ഹൗസിൻ്റെ പടികൾ എന്താ പറയുക, വൈസ് പ്രസിഡൻ്റായിട്ട് കയറുകയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ട്രംപും വയസ്സായിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വൈസ് പ്രസിഡൻറ്റിൻ്റെ അധികാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ വനിത അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി ആയിത്തീരും. ഞാനതങ്ങനെ ആഗ്രഹിച്ച് പറയുന്നില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും ആരുടെയും ആയുസ് എടുക്കാനായിട്ട് ആർക്കും അവകാശമില്ല. അങ്ങനെ ഈ വരുന്ന അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ഇനിയൊരു മർഡർ അറ്റംപ്റ്റ് ഇല്ലാതെ നടക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.